ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ ഗോത്രബന്ധു പദ്ധതി മെൻ്റർ ടീച്ചർമാരുടെ സേവനം പട്ടികവർഗ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. അവരെ നിയമനം ഏതാണ്ട് താമസിച്ചിരിക്കുകയാണ്. പല കുട്ടികളും ഇന്ന് വീടുകളിലിരിക്കുക. അവരെ കൊഴിഞ്ഞുപോക്ക് തടയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. കൂടാതെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ 30, 36, 40 വിദ്യാർത്ഥികളാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുക. HSS ആണെങ്കിൽ അത് 66, 65 പോകും സാർ. സാർ, ഇതിൻ്റെ അകത്ത് ഓരോ സ്കൂൾ ബേസിലാണ് മെൻ്റർ ടീച്ചർമാരെ നിയമിക്കുന്നത്. ഒരു സ്കൂളിൽ ശരാശരി 60, 70, 80 പട്ടികവർഗത്തിൽപ്പെട്ട വിവിധ സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. സാർ, ഒരു അധ്യാപന അത് അവരെ കൃത്യമായി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മെൻ്റർ ടീച്ചർമാരുടെ എണ്ണം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഗവൺമെൻറ് ആലോചിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ 6ാമത്തെ പ്രവൃത്തി ദിനത്തിന് ശേഷമാണ് നമുക്ക് കൃത്യമായി ഓരോ സ്കൂളുകളിൽ നിന്നും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിവരം ലഭ്യമാക്കി ശേഖരിച്ചെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ താൽക്കാലിക നിയമനമായിരുന്നിട്ട് കൂടി ഓരോ വർഷവും വിജ്ഞാപനം ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്നതിന് പകരം ഓരോ വർഷവും അത് റിന്യൂവൽ ചെയ്ത് നടത്തുകയാണ് ഉണ്ടായത്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ക്രമവിരുദ്ധമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമവിധേയമായിട്ട് നമുക്ക് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 6ാം പ്രവൃത്തി ദിനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് വിവരശേഖരണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് വിജ്ഞാപനം നടത്തുകയും ജില്ലാ അടിസ്ഥാനത്തിലും വിജ്ഞാപനം നടത്തി കൃത്യമായിട്ട് ഈ ജൂലൈ 5-ന് എഴുത്തു പരീക്ഷയും മറ്റ് ഇൻ്റർവ്യൂവും മറ്റും വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സ്കൂളുകളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, അധ്യയന ദിവസങ്ങളിൽ തന്നെ മെൻ്റർ ടീച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തും.